മൊസാദ് നിഗൂഢതകളുടെ ഒരു കഥ. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. അതിനൊപ്പം ഒരു നിഴൽ പോലെ പിറവിയെടുത്തതാണ് മൊസാദ് എന്ന ചാരസംഘടന. ഇസ്രായേലിന്റെ കണ്ണും കാതുമായി ലോകത്തിന്റെ പല കോണുകളിലും അവർ തങ്ങളുടെ നിഗൂഢമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതൊരു സാധാരണ രഹസ്യാന്വേഷണ ഏജൻസിയായിരുന്നില്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ അതിജീവനത്തിനായി നിഴലുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നിഗൂഢരായ ആളുകളായിരുന്നു അവർ. മൊസാദിന്റെ പിറവി 1949 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർഡിനേഷൻ എന്ന പേരിൽ സ്ഥാപിതമായ മൊസാദ് 1951 ഒരു സ്വതന്ത്ര ഏജൻസിയായി മാറി. ഡേവിഡ് ബെൻ ഗുറിയോൺ എന്ന ദീർഘദർശിയായ നേതാവിന്റെ മനസ്സിൽ രൂപം കൊണ്ട ഈ ആശയം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഒരു അദൃശ്യമായ കവചം തീർക്കുക എന്നതായിരുന്നു. മൊസാദിന്റെ ആസ്ഥാനം ഇന്നും ഒരു രഹസ്യമാണ്. അവരുടെ പ്രവർത്തനങ്ങളെ പോലെ തന്നെ ബുദ്ധിയുടെ അഭാവത്തിൽ ആളുകൾ വീഴുന്നു, എന്നാൽ നിരവധി ഉപദേഷ്ടാക്കളുടെ കാര്യത്തിൽ വിജയം നേടുന്നു എന്ന ബൈബിൾ വചനമാണ് അവരുടെ മുദ്രാവാക്യം. ഇത് അവരുടെ പ്രവർത്തന തത്വങ്ങളെ വ്യക്തമാക്കുന്നു. നിഗൂഢമായ പ്രവർത്തനങ്ങൾ. മൊസാദിന്റെ ചരിത്രം ധീരവും എന്നാൽ അതീവ രഹസ്യ സ്വഭാവമുള്ളതുമായ നിരവധി ഓപ്പറേഷനുകളാൽ നിറഞ്ഞതാണ്. അവയിൽ ചിലത് ലോകശ്രദ്ധ നേടിയപ്പോൾ പലതും ഇന്നും ഇരുളിൽ മറഞ്ഞിരിക്കുന്നു. 2-ാം ലോകമഹായുദ്ധത്തിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ചുക്കാൻ പിടിച്ച നാസി ഉദ്യോഗസ്ഥൻ അഡോൾഫ് ഐക്മാൻ യുദ്ധാനന്തരം അർജന്റീനയിലേക്ക് രക്ഷപ്പെട്ടു. മൊസാദിന്റെ ഏറ്റവും പ്രസിദ്ധമായ ദൗത്യങ്ങളിലൊന്നായിരുന്നു ഐക്മാനെ പിടികൂടുക എന്നത്. വർഷങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ 1960 മൊസാദ് ഏജന്റുമാർ ഐക്മാനെ ബ്യൂണസ് അയേഴ്സിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഇസ്രായേലിൽ എത്തിച്ചു. അവിടെ വിചാരണ നേരിട്ട ഐക്മാനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഈ സംഭവം മൊസാദിന്റെ കഴിവും ദൃഢനിശ്ചയവും ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തി. 1976 പാലസ്തീൻ തീവ്രവാദികൾ ഒരു എയർ ഫ്രാൻസ് വിമാനം റാഞ്ചി ഉഗാണ്ടയിലെ എൻഡബെ വിമാനത്താവളത്തിൽ ബന്ദികളാക്കി. ഇസ്രായേൽ പൗരന്മാരായിരുന്നു ബന്ദികളിൽ ഭൂരിഭാഗവും. മൊസാദിന്റെ കൃത്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലി കമാൻഡോകൾ അതിസാഹസികമായി എൻഡബയിലേക്ക് പറന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ട ഈ ഓപ്പറേഷനിലൂടെ ബന്ദികളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ലോകത്തെ ഞെട്ടിച്ച ഈ രക്ഷാപ്രവർത്തനം മൊസാദിന്റെ ബുദ്ധിയുടെയും ധൈര്യത്തിന്റെയും ഉദാഹരണമായി ഇന്നും വാഴ്ത്തപ്പെടുന്നു. ആണവ രഹസ്യങ്ങൾ. ഓപ്പറേഷൻ മോസസ്. ഇറാഖ് ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെന്ന് മൊസാദിന് വിവരം ലഭിച്ചു. ഇത് ഇസ്രായേലിന് ഒരു വലിയ ഭീഷണിയായി അവർ കണ്ടു. ഇതിനെ തുടർന്ന് മൊസാദ് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 1981 ഇസ്രായേൽ വ്യോമസേന ഇറാഖിലെ ഓസിറാഖ് ആണവ റിയാക്ടർ ബോംബിട്ട് നശിപ്പിച്ചു. ഇത് ഓപ്പറേഷൻ ഓപ്പറ അല്ലെങ്കിൽ ഓപ്പറേഷൻ ബാബിലോൺ എന്നറിയപ്പെടുന്നു. മൊസാദിന്റെ രഹസ്യ നീക്കങ്ങളും വിവരശേഖരണവുമാണ് ഈ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. മൊസാദിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. 1972 മ്യൂണിക് ഒളിമ്പിക്സ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ബ്ലാക്ക് സെപ്റ്റംബർ എന്ന തീവ്രവാദ സംഘടനയിലെ അംഗങ്ങളെ വേട്ടയാടി ഇല്ലാതാക്കാൻ മൊസാദ് ഓപ്പറേഷൻ റത്ത് ഓഫ് ഗോഡ് എന്ന ദൗത്യം ആരംഭിച്ചു. ഇത് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു നിഴൽ യുദ്ധമായിരുന്നു. മൊസാദ് ഏജന്റുമാർക്ക് കഠിനമായ പരിശീലനമാണ് ലഭിക്കുന്നത്. അവർക്ക് പലപ്പോഴും വ്യാജ വ്യക്തിത്വങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു. വിവരങ്ങൾ ശേഖരിക്കുക, രഹസ്യ ഓപ്പറേഷനുകൾ നടത്തുക, ശത്രുക്കളെ നിരീക്ഷിക്കുക എന്നിവയെല്ലാം അവരുടെ ജോലിയുടെ ഭാഗമാണ്. മൊസാദിന്റെ പ്രവർത്തന രീതികൾ പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്രായേലിന്റെ സുരക്ഷയിൽ അവർക്ക് ഒരു നിർണായക പങ്കുണ്ട്. മൊസാദ് ഇന്നും ഒരു നിഗൂഢമായ സംഘടനയായി തുടരുന്നു. അവരുടെ വിജയഗാഥകളും പരാജയങ്ങളും രഹസ്യമായി തന്നെ സൂക്ഷിക്കപ്പെടുന്നു. ലോകത്തെവിടെയും ഇസ്രായേലിന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ അവർ നിഴലുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നു. മൊസാദിന്റെ കഥ ഒരു രാജ്യത്തിന്റെ അതിജീവനത്തിന്റെയും ധീരരായ ഒരു കൂട്ടം മനുഷ്യരുടെ നിസ്വാർത്ഥ സേവനത്തിന്റെയും കഥയാണ്. അവർ ചരിത്രം രചിച്ചവരാണ്, ഇന്നും രചിച്ചുകൊണ്ടിരിക്കുന്നവരും.